mention about the probate process. You mentioned about the probate. Okay. So നമ്മൾ അതിലോട്ട് വരുന്ന മുമ്പ് നമ്മൾ രണ്ട് കാര്യം മനസ്സിലാക്കുക. നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് അമേരിക്കയിൽ മരണപ്പെടാൻ ഒന്ന് വിൽ ഇല്ലാതെ ഒരു ഡോക്യുമെന്റും ഇല്ലാതെ മരിക്കും. അങ്ങനെ വരുന്ന ഒരു സാഹചര്യം വി ഡോണ്ട് ഹാവ് എനി ലാസ്റ്റ് വിൽ ഒന്നുമില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഏത് സ്റ്റേറ്റ് ആണോ ആ സ്റ്റേറ്റിന്റെ നിയമത്തിന് വിധേയമായിട്ടാണ് മരണപ്പെടുന്നത്. അതായത് നമ്മുടെ അസറ്റുകൾ ആർക്കാണ് കൊടുക്കേണ്ടത് കോർട്ടാണ് തീരുമാനം. അതുപോലെ തന്നെ നമുക്ക് മൈനർ ആയിട്ടുള്ള കിഡ്സ് അണ്ടർ ഏജ് കിഡ്സ് ഉണ്ടെങ്കിൽ പേരൻസിന്റെ മരണശേഷം അവരുടെ ഗാർഡിയൻഷിപ്പ് ആർക്ക് പോകുന്നു കോർട്ടാണ് തീരുമാനമെടുക്കുന്നത്. വി ഡോണ്ട് ഹാവ് എനി കൺട്രോൾ ഓവർ ദ കോർട്ട് ഡിസിഷൻ. ആ ഒരു ഡിസിഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് കോർട്ടിന്റെ തീരുമാനമെടുക്കുന്ന ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പ്രൊബേറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് വില്ലുണ്ടെങ്കിലും വില്ല് വിൽ ടേക്ക് എഫക്റ്റീവ് ഓൺലി വൺസ് വി പാസ്ഡ് അവേ. ഒരാളുടെ മരണശേഷം മാത്രമാണ് വില്ല് എഫക്റ്റീവ് ആകുന്നത്. ഈ വില്ല് കോർട്ട് അക്നോളേജ് ചെയ്ത് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ക്രൈറ്റീരിയാസ് എല്ലാം പ്രോപ്പറായിട്ട് സൂപ്പർവൈസ് ചെയ്ത് ആ കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സിനാണ് പ്രൊബേറ്റ് എന്ന് പറയുന്നത്. പ്രൊബേറ്റ് ഈസ് എ ലോങ് പ്രോസസ്. നോർമലായിട്ട് ആവറേജ് 6 months to 18 months വരെ നീണ്ടുപോകാം. അതോടൊപ്പം തന്നെ മുന്നോട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്മുടെ അസറ്റുകളുടെ കോംപ്ലക്സിറ്റിയും ഹൗ വെൽ ബി ദ ബെനിഫിഷ്യറീസ് ഗെറ്റ്. ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ ഇതിനെല്ലാം ബേസ് ചെയ്താണ് നമ്മുടെ പ്രൊബേറ്റ് പ്രോസസ്സ്. മെയിൻ പ്രോബ്ലം ഫോർ ദ പ്രൊബേറ്റ് ഈസ് ദാറ്റ് ദർ ഇസ് നോ പ്രൈവസി ഫോർ ദ പ്രൊബേറ്റ്. കോർട്ടിൽ നമ്മൾ എന്ത് കാര്യങ്ങളും ഫയൽ ചെയ്ത് കഴിഞ്ഞു, എസ്പെഷ്യലി വിൽ, ദർ ഇസ് നോ പ്രൈവസി, ഇറ്റ്സ് എ പബ്ലിക് ഡോക്യുമെന്റ്. സോ ഇപ്പോൾ അൺലൈക്ക് ആയാലും പോയി കഴിഞ്ഞാൽ എൻ്റെ വില്ലിന്റെ കോപ്പി ഉണ്ടെങ്കിൽ യു വിൽ ഗെറ്റ്. സോ ദാറ്റ് വേ യു നോ ദാറ്റ് വാട്ട് ഓൾ ദ അസറ്റ്സ് ഐ ഹാവിംഗ്, ആർക്കൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് അറിയാൻ പറ്റും. തന്നെയല്ല ഇതിന്റെ വേറൊരു ഡൗൺ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊബേറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. ഈ കോർട്ടിന് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി ആ പ്രൊബേറ്റ് പ്രോസസ്സിൽ ഇസ് ടേക്ക് മണി. സോ ദാറ്റ് മണി according to the AARP national average 5 to 8% of our gross asset ആണ് പോകുന്നത്. ഇപ്പോൾ 1 million ഉണ്ടെങ്കിൽ it comes minimum to anywhere between 60,000 to 100,000 is goes for the probate fee. And also it goes a lot of stress for the people who go through the probate process. So ഇത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല ഒരു ലീഗൽ സ്ട്രാറ്റജി to create a revocable living trust for the family. Okay, so I was about